ആദ്യം തന്നെ പാനിൽ വെച്ച് നമുക്ക് അവൽ ചൂടാക്കി എടുക്കണം. ഈ ഒരു ബൗളിൻ്റെ അളവിൽ 1 ബൗൾ അവലാണ് നമ്മൾ ചൂടാക്കി എടുക്കുന്നത്. ഇതുപോലെ ഒന്ന് ഇളക്കി ചൂടാക്കി എടുക്കുക. ഒന്ന് നമുക്ക് പൊട്ടി കിട്ടുന്ന രീതിയിൽ, ഒന്ന് ക്രിസ്പി ആവുന്ന രീതിയിലാണ് ഇത് എടുക്കേണ്ടത്. ചൂടാക്കി കഴിഞ്ഞ് അവൽ മാറ്റി വയ്ക്കാം. ഇനി ഇതേ പാനിൽ തന്നെ നമുക്ക് കുറച്ച് കപ്പലണ്ടിയും കൂടി ഇതുപോലെ ചൂടാക്കി എടുക്കാം. ഒരുപാട് വറുത്തെടുക്കേണ്ട, ചെറുതായിട്ടൊന്ന് ചൂടാക്കി ഒന്ന് എടുത്താൽ മതി. എന്നിട്ട് അതും നമുക്കൊരു ബൗളിൽ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് 2 റോബസ്റ്റ പഴമാണ് അരിഞ്ഞു വെക്കേണ്ടത്. അടുത്തതായിട്ട് ഇതൊക്കെ നമുക്കൊന്ന് അടിച്ചെടുക്കേണ്ടതാണ്. അതായത് ചൂടാക്കിയ അവലെന്ന് പറയുമ്പോൾ മുഴുവനായിട്ട് ഇടേണ്ട, ഒരല്പം ഇതുപോലെ കുറച്ച് മാറ്റി വെക്കേണ്ടതാണ്, നമുക്ക് പിന്നെ ആവശ്യം വരും. പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 റോബസ്റ്റ പഴവും പിന്നെ പാലും, കട്ടപ്പാൽ ഒഴിച്ചാലും മതി കേട്ടോ. ഇവിടെ കട്ടപ്പാലല്ല എടുക്കുന്നത്. പിന്നെ പഞ്ചസാര ആവശ്യത്തിന്, മധുരത്തിന് ആവശ്യത്തിനനുസരിച്ച് എടുത്തിട്ട് ഇത് ഇത്രയും കൂടെ ഒന്ന് അടിച്ചെടുക്കുക. ഇനി നമുക്ക് ഇതുപോലെ ഒരു ഗ്ലാസ്സിലേക്ക് അത് ഒരു പകുതി ഒഴിച്ചെടുക്കാം. എന്നിട്ട് കുറച്ച് നമുക്ക് ഒരല്പം നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന അവലിലെ കുറച്ച് ഭാഗം, പിന്നെ നേരത്തെ നമ്മൾ ചൂടാക്കി വെച്ച കപ്പലണ്ടിയുടെ കുറച്ച്, പിന്നെ കുറച്ച് ഒരു ബൂസ്റ്റ് പൊടി അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. 5 രൂപയുടെ ബൂസ്റ്റിൻ്റെ പാക്കറ്റ് കിട്ടുമല്ലോ, അപ്പം അതിലൊരല്പം പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ ടോപ്പിലേക്ക് പിന്നെയും നമ്മൾ അടിച്ചെടുത്തിരിക്കുന്നത് തന്നെ ഒഴിച്ചെടുക്കുക. എന്നിട്ട് അതിൻ്റെ ടോപ്പിലായിട്ട് അവലും ബൂസ്റ്റിൻ്റെ പൊടിയും കുറച്ച് കപ്പലണ്ടിയും പിന്നെ ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് ജെംസിൻ്റെ മുട്ടായി കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അത് ഓപ്ഷണലാണ് കേട്ടോ. അപ്പോൾ അവിൽ മിൽക്ക് ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്. പ്രത്യേകിച്ച് ചൂടുള്ള സമയത്തൊക്കെ ഇത് കുടിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുമാണ്, നല്ല തണുപ്പും കിട്ടും. എല്ലാവരും ഇത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.